ആ ബഷീറിനെ അന്വേഷിച്ച് ആരെങ്കിലും വന്നോ ഏട്ടാ? ഇതുവരെ ആരും വന്നില്ല. അയാൾക്ക് ആരുമില്ലേ? എനിക്കറിഞ്ഞൂടാ. ക്യാപ്റ്റൻ പറഞ്ഞ ശരിയാണോ? ബഷീറിനെ ആരോ കൊല്ലാൻ ശ്രമിച്ചു? ക്യാപ്റ്റന് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. നീ ആ ഫോൺ എടുക്ക. ഹലോ, അതെ ഉണ്ട് ചേട്ടാ, കളക്ടർ. ഹലോ, അതെ സാർ. ശരി സാർ, ഞാൻ നാളെ രാവിലെ 10 മണിക്ക് ഓഫീസ് വരാം സാർ. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. ബഷീറിനെ കപ്പലിൽ നിറക്കാൻ ഉത്തരവായിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് ഓർഡർ കിട്ടും. ഞാനൊന്ന് പോട്ടി വരെ പോയിട്ട് വരട്ടെ. ഈ രാത്രിയിലോ? ആ പാവം ക്യാപ്റ്റൻ കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ ഈ വിവരം ഒന്ന് പറയട്ടെ. अरे देख देख उधर देख कितना चेंज हो गया. എന്റെ പാൻസും ഷർട്ടും നിനക്ക് നന്നായിട്ട് യോജിക്കുന്നുണ്ടല്ലോ. ഒരുപാട് പ്രയാസപ്പെട്ടു ഇവനെ ഇങ്ങനെയൊന്ന് ഒരുക്കിയെടുക്കാൻ. കൊള്ളാം. രാംദേവ് നോ, ദേദോ ഉनको दे दो. Go. വാ. ആ പൊതിയിലെന്താ? പാൻസും ഷർട്ടുമാണ് അവന്റെ ആകെയുള്ള സ്വത്ത്. ആര് ചോദിച്ചാലും അവനത് കൊടുക്കില്ല. 10 മണിക്ക് ഓർഡർ കിട്ടും. അതുമായി എത്താമെന്ന് അഡ്വക്കേറ്റ് ഭാസ്കരയുള്ള പറഞ്ഞിരിക്കുന്നത്. സാറ് വെളുപ്പിന് 3 മണിക്ക് അവിടെ നിന്ന് പോയത്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പാവം, നല്ല മനുഷ്യനാണ്. എന്ന സമയമായി, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, സീ യു. പോലീസ് കസ്റ്റഡിയിൽ എന്നുള്ളത് ജുഡീഷ്യൽ കസ്റ്റഡി എന്നായിക്കൊള്ളു. അതായിരിക്കും നല്ലത്. പേര് ടൈപ്പ് ചെയ്തോളൂ. 1+4. ശരി സാർ. ഒരു 5 മിനിറ്റ് കൂടി. ഓക്കെ. പേരൊന്ന് ടൈപ്പ് ചെയ്തോളെ. പോകുമ്പോ ഹാർബർ പോലീസ് സ്റ്റേഷനിൽ SI കൂടി വിളിച്ചോളൂ. അയാൾക്ക് ആ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. പറ്റിയാൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ മെഡിക്കൽ ഓഫീസറുമായി കൺസൾട്ട് ചെയ്ത് അയാൾ ഹോസ്പിറ്റലൈസ് ചെയ്യും. ഓക്കെ. അതുവരെ സ്റ്റേഷനിൽ കഴിയട്ടെ. ഹലോ, യെസ്, ഹോൾഡിംഗ്. യെസ് സർ. ഉവ്വ്. ആ, കൊടുത്തിട്ടില്ല. ശരി, അങ്ങനെ ആവട്ടെ സർ. എവിടെയാ? ഗസ്റ്റ് ഹൗസിലോ? ഉടനെ വന്നേക്കാം. ഗസ്റ്റ് ഹൗസിൽ നിന്ന് ചീഫ് മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ അവിടെ ഉണ്ട്. ഞാൻ ഉടനെ അങ്ങോട്ട് ചെല്ലണമെന്ന്. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് സാറിന് പോയാൽ മതിയെങ്കിൽ എനിക്ക് ആ ഓർഡർ കിട്ടുമായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവരോട് ചെല്ലാൻ പറഞ്ഞു. നിങ്ങളും കൂടി വാ. ഞാൻ വരണോ? വാന്നേ, താൻ പുറത്ത് നിന്നാ മതി. ശരി സർ. അതുകൊണ്ട് ആ എൻട്രി മോഡൽ പിൻവലിക്കാൻ. ഇതൊരു എൻക്വയറി സ്റ്റേജിൽ എത്തിക്കാതെ ഒതുക്കി തീർക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയും. കപ്പൽ തിരിച്ചു പോകുന്നതോടെ ഈ അധ്യായം അവസാനിക്കുകയും ചെയ്യും. ഇത് മന്ത്രിസഭയുടെ തീരുമാനമാണ്. സാർ, ആ അഡ്വക്കേറ്റ് ഭാസ്കരപിള്ള പുറത്തുണ്ട്. ഇതിനു വേണ്ടി അയാൾ ഒരുപാട് ബുദ്ധിമുട്ടി. 5 മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഓർഡറും കൊണ്ട് അയാൾ പോകുമായിരുന്നു. സാറൊന്ന് അയാളോട്. ഓഹോ, ഇതിലുമുണ്ട് അയാള്. 4 പേരോട് പറയാൻ കൊള്ളാവുന്ന കേസൊന്നുമില്ല അയാൾക്ക്. താൻ തന്നെ ഈ തീരുമാനം അയാളോട് പറഞ്ഞാൽ മതി. വരട്ടെ, അയാളുടെ ഇങ്ങോട്ട് വരാൻ പറ, ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്തിനാ കേശു? കളക്ടർ പറഞ്ഞാൽ മതി. വരട്ടെ സാറേ, എനിക്ക് 2 വാക്ക് അയാളോട് പറയണം. നിങ്ങൾ ചെന്ന് അയാളുടെ ഇങ്ങോട്ട് വരാൻ പറയൂ. തനിക്കിത് ആവശ്യമില്ലാത്ത പണിയാ. അയാളോട് സംസാരിക്കേണ്ട കാര്യം നമുക്കില്ല. അങ്ങനെ അല്ലണ്ണ, ഞാൻ അയാളൊന്ന് കാണാൻ കാത്തിരിക്കുന്നു. ഓ, എന്നാൽ അങ്ങനെ ആവട്ടെ. എന്താണ് സാർ എന്നെ കാണണമെന്ന് പറഞ്ഞത്? വെറുതെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി. അല്ല, ഏത് ഗവൺമെന്റ് ഭരിച്ചാലും അവരെ കരിവാരി തേക്കണമെന്ന് തനിക്ക് നിർബന്ധമുണ്ടല്ലേ? കുറെ നാളായല്ലോ തനിക്ക് ക്രിമിനൽ തുടങ്ങിയിട്ട്. കേശു, എടോ, പ്രസിദ്ധി ഉണ്ടാക്കാൻ വേറെയും വഴികളുണ്ട്. സാമൂഹ്യ ക്ഷേമമാണ് ലക്ഷ്യമെങ്കിൽ അനാഥാരത്തിലുള്ള കരി വാങ്ങിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ശുചീകരണ വാരത്തിൽ വല്ല പബ്ലിക് അക്കോസോ ട്രാൻസ്പോർട്ട് ബസ്സോ പൊതുനിരത്തോ വൃത്തിയാക്കാനും വരുമിടോ പേരും പടവും പത്രത്തിൽ. കേശു ഇരിക്കാൻ. മിസ്റ്റർ,
തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. എങ്കിലും പറയുകയാണ്, വളരെ ആലോചിച്ചതിന് ശേഷമാണ് ബഷീറിന്റെ കാര്യത്തിൽ കളക്ടർ ഇഷ്യൂ ചെയ്യാനിരുന്ന ഇന്റർവ്യൂ ഓർഡർ റദ്ദാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത്. ഇതിൽ രാഷ്ട്രീയമോ മറ്റേതെങ്കിലും വിധത്തിലുള്ള സമ്മർദ്ദങ്ങളോ ഇല്ല. പിന്നെ എന്താണ് സാർ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളാൻ കാരണം? പറയാം. മലയാളം അറിയാവുന്നത് കൊണ്ട് മാത്രം ഒരാൾ ഇന്ത്യൻ പൗരനാവണമെന്നില്ല. വിഭജന കാലത്ത് മലയാളം അറിയാവുന്ന എത്രയോ പേർ പാകിസ്ഥാനിലേക്ക് കുടിയേറിയിട്ടുണ്ട്. അവരാരും ഇന്ത്യൻ പൗരന്മാരല്ലല്ലോ. അങ്ങനെ ഒരാളാണ് ഈ പറയുന്ന ബഷീർ എങ്കിലോ? നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മലപ്പുറം സംഭവം. കുറേ വർഷങ്ങളായി മലപ്പുറത്ത് താമസിച്ചിരുന്ന രണ്ടുപേർ പാകിസ്ഥാൻ പൗരന്മാരാണെന്ന് കണ്ടുപിടിച്ചതിനെ തുടർന്ന് ഈയിടെ പുറത്താക്കപ്പെടുകയുണ്ടായി. അത് ഉയർത്തിയ വിവാദം തന്നെ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. അതും ഇതുമായിട്ട് എന്താണ് സാർ ബന്ധം? ഉണ്ട്. കപ്പൽ കറാച്ചി തുറമുഖം ടച്ച് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാം ബഷീർ ഇന്ത്യൻ പൗരനാണെന്ന്? മറിച്ച് അയാൾ ഒരു പാകിസ്ഥാൻ ചാരനാണെങ്കിലോ? ചാരനോ? അതെ. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചുകൂടാ? സാർ, ഇറ്റ്സ് എ മിയർ ഡൗട്ട്. ആയിക്കോട്ടെ, ഡൽഹിയിൽ നിന്നും പ്രത്യേകം നിർദ്ദേശമുണ്ട്. ഈ വക കാര്യങ്ങളിൽ നേരിയ സംശയമുണ്ടെങ്കിൽ പോലും യാതൊരു പരിഗണനയും കൂടാതെ നടപടിയെടുക്കണമെന്ന്. ദാറ്റ് ഈസ് വാട്ട് ദി ഗവൺമെന്റ് ഹസ് ഡൺ. സാർ, താങ്കൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരു മിനിമം കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മലപ്പുറം സംഭവത്തിൽ അവർക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിർഭാഗ്യം കൊണ്ട് താൻ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാനുള്ള രേഖ അയാളുടെ പക്കലില്ല. മാത്രമല്ല, താൻ ആരാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഓർമ്മശക്തിയും അയാൾക്കില്ല. ഇനിയിപ്പോ എന്തൊക്കെയായാലും ഏത് കാര്യത്തിനുമില്ലേ സാർ ഒരു ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ച്? ആ കൺസിഡറേഷനെങ്കിലും. ഐ എം സോറി മിസ്റ്റർ ഭാസ്കർ പിള്ളേ. പൗരാവകാശ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വീറും വാശിയും എനിക്കുമുണ്ട്. അതിനോടൊപ്പം തന്നെ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള ചുമതലയും എനിക്കുണ്ട്. ഇതൊക്കെയാണെങ്കിലും ശരി, ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ നടത്തിയ ആത്മാർത്ഥ ശ്രമത്തെ എന്റെ ഗവൺമെന്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ബട്ട് ദർ ആർ ടൈംസ് വെൻ ഈവൻ എ ജെനുവിൻ മിഷൻ ഫെയിൽസ്. സാർ, അങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കരുത്. ഞാൻ പറയുന്നത് സാറൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ സംശയിക്കുന്നത് പോലെ ബഷീർ ഒരു ചാരനാണെങ്കിൽ കപ്പലിലെ ക്യാപ്റ്റൻ നേരായ മാർഗം തേടുമായിരുന്നു അയാളെ കരയിലിറക്കാൻ. പോർട്ടിലെ 437 സെക്യൂരിറ്റിക്കാരുടെ കണ്ണുവെട്ടിച്ച് ബഷീറിനെ കരയിലിറക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ സാർ? അയാൾ പാകിസ്ഥാൻ പൗരനാണെങ്കിൽ ഇവിടെ ആരാണ് സാർ അയാളുടെ ശത്രു? അയാളുടെ ന്യൂസ് പത്രത്തിൽ വന്ന ദിവസം അയാളെ ചിലർ കൊല്ലാൻ ശ്രമിച്ചത് എന്തിനാ? അതൊരു കെട്ടിച്ചമച്ച കഥയാണെങ്കിൽ ഇനി അഥവാ യാഥാർത്ഥ്യമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാൽ എന്താ, അക്രമികൾ കപ്പൽ കൊള്ളക്കാരായിരിക്കും. അവരുടെ കളവിനെ അവൻ തടസ്സപ്പെടുത്തിയപ്പോൾ അവർ ആക്രമിച്ചിട്ടുണ്ടാവും. എന്താ അങ്ങനെ സംഭവിച്ചുകൂടെ? അതോ കള്ളന്മാർക്ക് പാകിസ്ഥാൻകാർ തീണ്ടാൻ വേണ്ടോ? എനിക്കറിഞ്ഞൂടാ. കള്ളന്മാരുടെ കാര്യം കള്ളന്മാർക്കേ അറിയൂ. സാർ, ഇനി അയാൾ ചാരൻ തന്നെ ആയിക്കൊള്ളട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും അയാൾ ആരാണ്, അയാളുടെ ലക്ഷ്യമെന്ത്, അയാൾ എന്തിനിവിടെ വന്നു എന്നന്വേഷിക്കേണ്ട ചുമതലയെങ്കിലും ഗവൺമെന്റിനില്ലേ? എന്തിന്? അയാളിപ്പോ നമുക്കൊരു പ്രശ്നമല്ല. പ്രശ്നമാവുമ്പോ നോക്കിയാ പോരെ? ചെറിയൊരു കാര്യം ഊതിർപ്പിച്ച് വെറുതെ നാറണോ? നമ്മൾ എന്തിനാ റിസ്ക് എടുക്കണം? കപ്പലിൽ വന്നവൻ കപ്പൽ പോകുമ്പോൾ തിരികെ പോയിക്കോട്ടെ. നാളെ ബഷീർ ഒരു ഇന്ത്യൻ പൗരനാണെന്ന് ബോധ്യപ്പെട്ടാൽ won't you regret? ഐ മേ. അതോർത്ത് ഇപ്പോഴേ വിഷമിക്കണോ? Yes, because he is a human being and he deserves justice. ഇല്ലാത്ത നിയമത്തിന്റെയും സംശയത്തിന്റെയും പേര് പറഞ്ഞ് നീതിയുടെ കാരുണ്യം അയാൾക്ക് നിഷേധിക്കരുത്. ഊരും പേരുമില്ലാത്ത ഒരു അനാഥന്റെ പേരിൽ എനിക്ക് എന്താ താല്പര്യം? വേറെ കേസൊന്നുമില്ലേക്കാണോ? കേസില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ആന്റി പ്രോസ്റ്റിറ്റ്യൂഷൻ ശക്തമാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞു. തെരുവ് വിഷയർക്ക് ഇനി വക്കീൽമാരെ ഏറെ വരും. ഇതിനേക്കാൾ മോശമായ ഭാഷയിൽ മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഓരോരുത്തർക്കും ഉണ്ടല്ലോ ഓരോ സംസ്കാരം. സാർ, കോമാളികൾ മന്ത്രിസഭയ്ക്ക് അലങ്കാരമല്ല, അലങ്കോലമാണ്. വടി കൊടുത്ത് അടി മേടിക്കുന്ന സ്വഭാവം പണ്ടേത് എനിക്കുള്ളതാ. തന്നോട് ഞാൻ പറഞ്ഞത് അയാളോട് സംസാരിക്കേണ്ട കാര്യം നമുക്കില്ലെന്ന്. അപ്പൊ താൻ സമ്മതിക്കില്ല. സംസാരിച്ചേ അടങ്ങും. ഈ ഭാഗ്യത്തിലും സമയത്തിലും ഞാൻ അല്പമെങ്കിലും വിശ്വസിക്കുന്നത് തന്നെ കാണുമ്പോഴാ. എന്ത് ആകർഷണ ശക്തി കൊണ്ടാടോ 12 പേർ തന്നെ ഉപഗ്രഹം പോലെ ചുറ്റി നിൽക്കുന്നത്? കഷ്ടം. എന്താണ് സാർ ഇതിന്റെ അർത്ഥം? ബഷീർ പാകിസ്ഥാൻ ചാരനാണ്. അതെ, അതാണ് അവരുടെ നിഗമനം. വേറെ ഒരു കാരണവും പറഞ്ഞ് ബഷീറിനെ അവർക്ക് മടക്കാനാവില്ല. കേൾക്കുന്നവർ ചിരിക്കും. പക്ഷേ അവന്റെ ഫയൽ ക്ലോസ് ചെയ്യാൻ അവർക്ക് ആ വ്യാഖ്യാനം ധാരാളമാണ്. നിയമത്തിന്റെ തലനാരിഴകീറി ഭരണം നടത്തിയാൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രയാസമാണ്. പക്ഷെ എന്ത് ചെയ്യാം, ചിലരുടെ കാര്യത്തിൽ അങ്ങനെയാ. മറ്റുള്ളവരുടെ കാര്യത്തിൽ അവരെങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കുകയും ചെയ്യും. ഹാർഡ് ലക്ക്. ഐ എം സോറി ജോൺ. ദ പുവർ ഗൈ ഈസ് വെരി അൺഫോർച്ചുനേറ്റ്.
ഞാൻ എന്നാലാവുന്ന ശ്രമിച്ചു നോക്കി, ബട്ട് ഐ ഫെയിൽഡ്. ആ പാവം, രാവിലെ മുതൽ പോകാൻ തയ്യാറായി നിൽക്കുക. ഇനിയും എത്ര നാൾ അവൻ കടലിന്റെ കരയിൽ കഴിയണം? നാളെ ഉച്ചയ്ക്ക് ഞങ്ങൾ പോകും. ഇനിയും കൊച്ചിയിൽ വന്നാൽ നിങ്ങളെ കാണാൻ ഞാൻ മറക്കില്ല. താങ്ക് യു. ഞാൻ ബഷീറിനോട് പറയട്ടെ. തീർച്ചയായും. ബഷീറെ, ഇവിടെയുള്ള വലിയവർക്ക് ചെറിയവരുടെ കാര്യത്തിൽ താല്പര്യമില്ല. നിന്നെ തേടി നിന്റെ ബന്ധുക്കൾ ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരും എത്തിയില്ല. ഒരു കണക്കിന് ഇതിലെ താമസമാണ് നിനക്ക് നല്ലത്. നിന്നെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും ഇതിനകത്തുണ്ടല്ലോ. ആരുമില്ലാത്തവർക്ക് ഈശ്വരനുണ്ടെന്നൊരു ചൊല്ലുണ്ട്. നിന്റെ കാര്യത്തിൽ അദ്ദേഹവും പണിമുടക്കില്ല. നീ എന്തറിഞ്ഞിട്ടാ ബഷീറെ ചിരിക്കുന്നേ? ഓർഡർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയതാ, അപ്പോഴാ മന്ത്രി വിളിച്ചത്. അയ്യോ പാവം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനൊക്കില്ല. കപ്പൽ നാളെ തിരിച്ചു പോകും. ഹലോ, അതെ, ആരാ സംസാരിക്കുന്നത്? ആരാണെന്ന് അവസാനം പറയാം. ആദ്യം പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ബഷീറിനെ ഡീപ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ലെന്ന് വിചാരിച്ച് നിരാശപ്പെടേണ്ട. സമർത്ഥനായ ഒരു വക്കീലായിരുന്നിട്ട് കൂടി നിങ്ങളുടെ സീനിയർ അഡ്വക്കേറ്റ് ഭാസ്കരപിള്ളയുടെ ചിന്തയിൽ ഇങ്ങനെയും തോന്നാത്തത് എന്തുകൊണ്ടാ? അത് ഓർക്കുമ്പോഴാ എനിക്ക് ആശ്ചര്യം. എന്ത് തോന്നാത്തെന്നാ? നിങ്ങൾ കാര്യം പറയണം. ധൃതി വയ്ക്കാതെ പറയാം. ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസോ? അതെ. കപ്പലിലെ ക്യാപ്റ്റൻ അന്യായമായി ബഷീറിനെ തടങ്കൽ വെച്ചിരിക്കുന്നതുകൊണ്ട് അയാളെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യപ്പെട്ട് ഒരു ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ മൂവ് ചെയ്താൽ നിങ്ങൾ വിജയിക്കില്ലേ? സംശയിക്കേണ്ട. അർജന്റ് റിട്ട് പെറ്റീഷൻ രാവിലെ മൂവ് ചെയ്താൽ ഉച്ചയ്ക്ക് മുൻപ് ഓർഡർ ആകും. കപ്പൽ പുറപ്പെടുന്നതിന് മുൻപ് കോടതി ആളെ പ്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ കപ്പലിന്റെ മൂവ്മെന്റ് തടയാനുള്ള അധികാരം കോടതിക്കുണ്ട്. ആളെ തിരിച്ചറിയുന്നത് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വയ്ക്കാൻ കോടതി ഉത്തരവിടും. നിങ്ങൾ ആരാ ഇതൊക്കെ പറയാൻ? മിസ്റ്റർ എക്സ്, എന്റെ പേര് അതാണ്. ഹലോ ഹലോ, ആരാ ഫോൺ ചെയ്തേ? മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സോ? ഒരു ചായ താമേ. ക്യാപ്റ്റൻ എന്ത് പറഞ്ഞു സർ? എന്ത് പറയാൻ, നാളെ ഉച്ചയ്ക്ക് ബഷീറിനെ കൊണ്ട് കപ്പൽ തിരിച്ചു പോകും. സർ, ഒരു ഹേബിയസ് കോർപ്പസ് മൂവ് ചെയ്താലോ? ഹേബിയസ് കോർപ്പസോ? അതെ സർ. അന്യായമായി ബഷീറിനെ കപ്പലിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ഒരു അർജന്റ് പെറ്റീഷൻ മൂവ് ചെയ്താൽ സ്പെഷ്യൽ ഓർഡർ വഴി ബഷീറിനെ നാളെ കോടതിയിൽ എത്തിക്കാം. എവിടെ നിന്ന് കിട്ടി ഇതൊക്കെ ഐഡിയ? ഓഫീസിൽ ഹേബിയസ് കോർപ്പസ് റിട്ടിന്റെ ബുക്കിരിപ്പുണ്ട്, ഒന്നെടുത്ത് വായിച്ചു നോക്ക്. ഇതെന്റെ ഐഡിയ അല്ല. ആരുടെ ഐഡിയ ആയാലും ശരി, അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. ഇവിടെ ആരുണ്ട് ബഷീറിന്റെ അടുത്ത ബന്ധുക്കളോ ആത്മസുഹൃത്തുക്കളോ ആയിട്ട്? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കോടതിയുടെ ആവശ്യമുണ്ടോ? എമിഗ്രേഷൻ ഓഫീസിൽ ഒരു സത്യവാങ്മൂലം എഴുതി കൊടുത്താൽ ആളെ വിട്ട് കിട്ടില്ലേ? അല്ലെങ്കിൽ തന്നെ ക്യാപ്റ്റൻ അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്ന ബഷീറിനെ. ഐ എം സോറി സർ. ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോ ഒന്ന് ചിന്തിക്കണം. ആരാ ചേട്ടാ ഈ എക്സ്? എക്സോ? അതെ സർ, എക്സ് ആണ് എനിക്ക് ഐഡിയ പറഞ്ഞു തന്നത്. ഏത് എക്സ്? ഹലോ, എടാ വക്കീൽ സാറാണോടാ? എന്ത് പറ്റി? തോറ്റ് തുല്യം പാടിയോ? അയ്യോ, അനാഥന് നാഥന ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ. ഇതിന് നടന്നില്ലല്ലേ? കേസില്ലെങ്കിൽ പറയടാ, ഞാൻ തരാം. നേരിട്ട് വന്ന് പറയടാ റാസ്കൽ. പേരട്ടാടാ കൊച്ചലെ. നീ ആര് ധർമ്മപുത്രനോ? നീതി ധർമ്മവും നടത്താൻ നീ ആണെങ്കിൽ നിന്റെ തന്ത സിംഹം കേശമുള്ളയാണെങ്കിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. അനാഥനെ ഇത് കളത്തുണ്ടാക്ക്. ഞാൻ കാണട്ടെ.
പട്ടി കഴുവറട മോനെ, ഞാൻ സിംഹം കേശവലയുടെ മോൻ തന്നെയാടാ. നാളെ കപ്പൽ തുറമുഖം വിടുമ്പോ ബഷീർ അതിലുണ്ടാവില്ല, നീ നോക്കിക്കോ. വേണ്ട ഏട്ടാ, വഴക്കിനൊന്നും പോകണ്ട. സർ, വാശിയൊന്നും വേണ്ട. ആരെങ്കിലും ഫോണിൽ കൂടെ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച്. എനിക്ക് വാശിയാണ്. ഇതേ, നാളെ കപ്പൽ തുറമുഖം വിടുമ്പോ ബഷീർ അതിലുണ്ടാവില്ല. നിയമം കൊണ്ട് സാധിക്കാത്തത് നിയമനിഷേധം വഴി സാധിക്കും. മതി മതി, അത്രയും മതി. പോലീസിനാണ് പോയില്ലേ? രക്തം വേണ്ടേ? ഏയ്, എന്താ ഗ്യാപ്പ് നീ കാണിക്കുന്നേ? മാക്സിമം ഒറിജിനാലിറ്റി ആയിക്കോട്ടെ. ബഷീറിനെ ആക്രമിച്ചെന്ന് പറഞ്ഞ പോലീസ് വിശ്വസിക്കും. പിന്നെ വിശ്വസിക്കാതെ? അതല്ല, ബഷീറിന്റെ സംഭവം എല്ലാവർക്കും അറിയാം. അവനെ രക്ഷപ്പെടുത്താൻ നമ്മൾ ഒരിക്കലും നാടകമാണെന്ന് അവർ കരുതിയാലോ? നോ, നെവർ. ഈ തെളിവൊക്കെ ഉള്ളപ്പോഴോ? ഇനി അയാൾ ഏത് രാജ്യത്തെ പൗരനായിരുന്നാലും ശരി, ഈ സ്റ്റേഷൻ അതിർത്തിയിൽ വെച്ച് നടന്ന ഒരു സംഭവത്തിന് അയാൾ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഒരു മാർഗവുമില്ല. മാനസിക രോഗിയും അക്രമിയുമായ ഒരാളെ കപ്പലിൽ കൂടെ കൊണ്ടുപോകണമെന്ന് പറയാൻ ധൈര്യമുള്ള ഏത് പോലീസ് ഓഫീസറാ ഉള്ളത്? എനിക്കതൊന്ന് കാണണമല്ലോ. ഇനി ഞാനിവിടെ എന്നാ ശരിയാവില്ല. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. യു വിൽ ബി മാനേജിംഗ് ദ ഹോൾ തിങ്. ഓക്കെ? ഓക്കെ. ഐ എം ക്യാപ്റ്റൻ ജോൺ സാമുവൽ. നിങ്ങളെയാണോ ആക്രമിച്ചത്? അതെ. എന്നിട്ട് അയാൾ എവിടെ? അയാളെ അപ്പുറത്തൊരു മുറി പൂട്ടിയിട്ടിരിക്കുക. പോയി കൊണ്ടുപോകണം സാർ. സൂക്ഷിക്കണം, ആളല്പം വയലന്റ് ആണ്. അതൊക്കെ ഒരു നോക്കിക്കോളൂ. നോ പ്രോബ്ലം. रामदेव जी साहब, उसको दिखाओ. आइए साहब. എന്താ സംഭവിച്ചത്? പറയാം സാർ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഫോർട്ട് ഹോസ്പിറ്റലിൽ പോയാൽ മതി. അവിടെ നേരെ സ്റ്റേഷനിൽ എത്തണം, മൊഴിയെടുക്കണം. കപ്പലെന്ന് തുടങ്ങും നാളെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആരെ കോൺടാക്ട് ചെയ്യണം? ഞങ്ങളുടെ ഇവിടുത്തെ ഏജൻസി മുഖർജി ആൻഡ് കമ്പനി. ഓക്കെ. എല്ലാം ബഷീറിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? അതവൻ അറിയുന്നില്ലല്ലോ സാർ. അറിയും, ഇന്നല്ലെങ്കിൽ നാളെ അറിയും. യാത്ര ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വരട്ടെ. സോഫ്റ്റ് വായിച്ചു.